നമ്മുടെ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അതിന്റെ ബാക്കിയായിട്ട് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻസ്ട്രുമെന്റേഷനും അതുപോലെ ആപ്ലിക്കേഷൻസും, അതാണ് ആ ഒരു പോർഷനിൽ ബാക്കിയായി നിൽക്കുന്നത്. ആയല്ലോ. നമുക്ക് എന്തായാലും ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് വേണം. ആ ലൈറ്റ് ആണ് നമ്മുടെ മെറ്റീരിയലുമായിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റേഷനിൽ ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. കുറെ പ്രാവശ്യം ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ ഓഫ് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നല്ല, കുറെ പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻസ്ട്രുമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? There is a source, and we know we require both UV light and visible light. We require both UV and visible. So we can use hydrogen discharge light or lamp. Hydrogen discharge lamp or tungsten filament as the light source. Tungsten filament and hydrogen discharge lamp. Here, tungsten filament lamp, it provides us visible light. A tungsten filament lamp ആണ് visible light, visible radiation provide ചെയ്യുന്നത്. ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ് ആണ് UV ലൈറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ആ രണ്ട് ലാംപ്സും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ടങ്സ്റ്റൺ ഫിലമെന്റ് വിസിബിൾ ലൈറ്റ് തരുമ്പോൾ ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ് UV ലൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then xenon flash lamps, they are used in modern instruments. And രണ്ട് ടൈപ്പ് ഓഫ് സ്പെക്ട്രോമീറ്റേഴ്സ് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡബിൾ ബീം സ്പെക്ട്രോമീറ്റർ ആണ്. ആദ്യത്തെ ഒരു ടൈപ്പ് സിംഗിൾ ബീം സ്പെക്ട്രോമീറ്റർ ആണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് അല്ല, ഡബിൾ ബീം സ്പെക്ട്രോമീറ്റേഴ്സ് ആണ്. എന്താണ് ഡബിൾ ബീം സ്പെക്ട്രോമീറ്റർ? നോക്കാം. ഇതൊരു ഡബിൾ ബീം സ്പെക്ട്രോമീറ്റർ ആണ്. കാണാം, ഈ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഒരു മോണോക്രോമാറ്ററിലൂടെ പാസ് ചെയ്യും. Why do we use monochromator? എന്താണ് ഈ മോണോക്രോമാറ്ററിന്റെ യൂസ്? സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ്. അതെ, സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആണ് ഈ മോണോക്രോമാറ്ററിലൂടെ പുറത്തേക്ക് വരുന്നത്. സിംഗിൾ വേവ് ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നത്. സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് മോണോക്രോമാറ്ററിലൂടെ പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ലൈറ്റിന് സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കും. ആ ലൈറ്റിനെ മിറേഴ്സ് യൂസ് ചെയ്ത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. രണ്ട് ബീംസ് ആയി സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെയും മിറേഴ്സ് വരും. അങ്ങനെയാണ് ഈ ലൈറ്റ് രണ്ട് ബീമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. That is why it is known as double beam spectrometer. Double beam spectrometer. Light from the source is divided into two identical parallel beams of equal intensity and are made to pass through sample cell and reference cell. Using mirrors, we are splitting the light into two parallel beams, and they are of equal intensity. And these two beams are made to pass through sample cell and reference cell. Sample cell and reference cell. One beam, it passes through the reference, and the second beam that passes through the sample. എന്താണ് ഈ സാമ്പിളും റെഫറൻസും? നിങ്ങളൊരു ഗസ്സിങ്, നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് അത് സോളിഡ് സ്റ്റേറ്റിലാണോ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നത്, അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്?
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും അതോ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും? ഈ സാമ്പിളിനെയാണ് നമുക്ക് അനലൈസ് ചെയ്തത്. ആ സാമ്പിൾ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും? നിങ്ങളുടെ ഗസ്. ഗസ്സിംഗ് ഇല്ല? യെസ്, ലിക്വിഡ് ആണ്. യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സാമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാമ്പിൾ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ട സാമ്പിൾ സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതിനെ ഡിസൈഡ് സോൾവെന്റ് യൂസ് ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റുന്നു. നമുക്ക് അനലൈസ് ചെയ്യേണ്ട സാമ്പിൾ എക്സിസ്റ്റ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അതിനെ നമ്മൾ സോൾവെന്റ് യൂസ് ചെയ്ത് ആ സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റുന്നു. അങ്ങനെയാണ് സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്ത സോൾവെന്റ് ഉണ്ട്. ഈ സാമ്പിൾ ആക്കി സാമ്പിൾ സൊല്യൂഷൻ ആക്കാൻ വേണ്ടി യൂസ് ചെയ്ത സോൾവെന്റ്, അതാണ് റെഫറൻസ്. ക്ലിയർ ആണല്ലോ? സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സാമ്പിളിനെ സോൾവെന്റ് യൂസ് ചെയ്ത് സാമ്പിൾ സൊല്യൂഷൻ ആക്കി മാറ്റും. ഏത് സോൾവെന്റ് ആണ് സാമ്പിൾ സൊല്യൂഷൻ ആക്കാൻ വേണ്ടി യൂസ് ചെയ്തത് അതിനെയാണ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് പ്യുവർ സോൾവെന്റിനെയാണ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Pure solvents are used as reference, and it includes water, ethanol, hexane, cyclohexane. These solvents are used as the reference. നമ്മുടെ സാമ്പിൾ വാട്ടറിലാണ് ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ആക്കുന്നതിൽ റെഫറൻസ് ആയിട്ട് വാട്ടറാണ് എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു സെൽസിൽ നിന്ന് റെഫറൻസ് സെല്ലിൽ നിന്നും സാമ്പിൾ സെല്ലിൽ നിന്നും വരുന്ന എമിറ്റഡ് റേഡിയേഷനെ ഒരു ഡിറ്റക്ടറിലേക്ക് പാസ് ചെയ്യും. ആ ഡിറ്റക്ടർ സിഗ്നൽസ് റെക്കോർഡറിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നാണ് നമുക്ക് യു വി വിസിബിൾ സ്പെക്ട്രം കിട്ടുന്നത്. യു വി വിസിബിൾ സ്പെക്ട്രം. ഇങ്ങനെ യു വി വിസിബിൾ സ്പെക്ട്രത്തിന്റെ ഫിഗർ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയാണ് ഒരു യു വി വിസിബിൾ സ്പെക്ട്രം ഉണ്ടാവുക. അതിൽ പീക്സ് ഉണ്ടാവും. ഈ പീക്കിന്റെ മാക്സിമം അതൊരു പ്ലോട്ടാണ്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് അബ്സോർബൻസ് വേഴ്സസ് ലാംഡ ആണ്. അബ്സോർബൻസ് വേഴ്സസ് ലാംഡ. അബ്സോർബൻസ് വേഴ്സസ് ലാംഡ വേവ് ലെങ്ത്. ഇങ്ങനെ പ്ലോട്ടാണ് നമുക്ക് കിട്ടുക. ഇതിലെ ഈ പീക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു, അത് ആ ഒരു സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്ന മാക്സിമം വേവ് ലെങ്ത് ഉണ്ട്. ഈ ഒരു പീക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് മാക്സിമം വേവ് ലെങ്ത് വരുന്നത്. ഈ ഒരു പോർഷനിലാണ് മാക്സിമം വേവ് ലെങ്ത് വരുന്നത്. അതിനെയാണ് ലാംഡ മാക്സ് എന്ന് പറയുന്നത്. ആ ലാംഡ മാക്സിന്റെ വാല്യൂ നോക്കിയിട്ടാണ് ഏതാണ് ഈ കോമ്പൗണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ലാംഡ മാക്സ്. മാക്സ് ആണ്. ലാംഡ മാക്സിന്റെ വാല്യൂ നോക്കിയിട്ടാണ് അതേതാണ് കോമ്പൗണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. The detector transmits the signal. Detector transmits the signal to a recorder, which gives
the output in the form of a graph, where absorbance is recorded as a function of wavelength. Absorbance is recorded as a function of wavelength. ഇതിനുള്ളൊരു പ്ലോട്ടാണ് യു വി വിസിബിൾ സ്പെക്ട്രം. ഈ യു വി വിസിബിൾ സ്പെക്ട്രവും IR സ്പെക്ട്രവും NMR സ്പെക്ട്രവും എടുത്ത് ഈ മൂന്നെണ്ണം കൂടി അനലൈസ് ചെയ്തിട്ടാണ് ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. യു വി വിസിബിൾ സ്പെക്ട്രത്തിന്റെ സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻസ്ട്രുമെന്റേഷൻ ഇത് ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞത് ഓർക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ കുറെ പ്രാവശ്യം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഇൻസ്ട്രുമെന്റേഷൻ ചോദിച്ച ഫിഗർ വരയ്ക്കുക, അതിലെ ഓരോ കോമ്പണന്റും എന്താണ് ഫംഗ്ഷൻ, പിന്നെ സോഴ്സ് ആണെങ്കിൽ ഏതൊക്കെ സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എന്താണ് റെഫറൻസ്, എന്താണ് സാമ്പിൾ, പിന്നെ ഇവിടെ നിന്ന് വരുന്ന ട്രാൻസ്മിറ്റഡ് റേഡിയേഷനെ ഡിറ്റക്ടറിലൂടെ പാസ് ചെയ്യുന്നു, ഡിറ്റക്ടറിൽ നിന്നുള്ള സിഗ്നലിനെ റെക്കോർഡറിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് ഔട്ട്പുട്ട് ആയിട്ടൊരു ഗ്രാഫ് കിട്ടുന്നു. ആ ഗ്രാഫിന് അബ്സോർബൻസ് വേഴ്സസ് വേവ് ലെങ്ത് ആയിരിക്കും. അത് അനലൈസ് ചെയ്തിട്ടാണ് മോളിക്യൂളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, സ്ട്രക്ചറൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. സ്പെക്ട്രോമീറ്റർ അതാണ് യൂസ് ചെയ്യുന്നത്. What are the applications of UV visible spectroscopy? It is used for the detection of aromatic compounds. Aromatic compounds. There will be pi to pi star transition in the case of aromatic compounds. Aromatic compounds are like benzene സ്ട്രക്ചറിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്ന കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ 4n+2 പൈ ഇലക്ട്രോൺസ് വരുന്ന സൈക്ലിക് ആയിട്ടുള്ള പ്ലാനാർ സ്ട്രക്ചേഴ്സ് ഉള്ള മോളിക്യൂൾസിനെയാണ് ഈ അറോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഡിറ്റക്ഷൻ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്ത് പോസിബിൾ ആണ്. Then for the characterization of dyes and colorants. ഡൈസും കളറൻസും ഒക്കെ ഓരോ വേവ് ലെങ്തിലാണ് യു വി വിസിബിൾ ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത്. ഏത് വേവ് ലെങ്തിലാണ് അബ്സോർബ് ചെയ്യുന്നത്, ലാംഡ മാക്സിന്റെ വാല്യൂ എന്താണ് എന്ന് നോക്കിയിട്ട് ഈ ഡൈസിന്റെയും കളറൻസിന്റെയും ഒക്കെ ക്യാരക്ടറൈസേഷൻ നടത്താം. Then determination of unknown concentration. This is done by comparing the absorbance with the absorbance of standard solution. നമുക്കറിയാം ഈ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്, ലാംഡ വേഴ്സസ് അബ്സോർബൻസ്. അതില് സാമ്പിളും റെഫറൻസും ഉണ്ട്, റെഫറൻസും ഉണ്ട്. അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് ഒരു കോമ്പൗണ്ടിന്റെ അബ്സോർബൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്സോർബൻസ് ആ ഗ്രാഫിൽ കിട്ടും. ആ അബ്സോർബൻസ് യൂസ് ചെയ്ത് അൺനോൺ കോൺസെൻട്രേഷൻ, ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. Lambert's law. Then we can detect impurities. ഒരു കോമ്പൗണ്ട്, ഒരു സാമ്പിൾ സൊല്യൂഷൻ പ്യുവർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓൾറെഡി നമ്മുടെ അടുത്ത് അതിന്റെ ആ ഒരു കോമ്പൗണ്ടിന്റെ പ്യുവർ ആയിരിക്കുന്ന സ്റ്റേറ്റിൽ എന്താണ് സ്പെക്ട്രം കിട്ടുക എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. പ്യുവർ സ്റ്റേറ്റിൽ ആ സാമ്പിൾ എങ്ങനെയാണ് സ്പെക്ട്രം തരുന്നത് എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ടാവും. അതിന്റെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി യു വി വിസിബിൾ സ്പെക്ട്രം എടുക്കുന്നു. അതില് എക്സ്ട്രാ എന്തെങ്കിലും പ്ലോട്ട് ഉണ്ടെങ്കിൽ, എക്സ്ട്രാ എന്തെങ്കിലും ലാംഡ മാക്സിന്റെ ഒരു കർവോ പീക്കോ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്തത് അവിടെ ഇമ്പ്യൂരിറ്റി പ്രസന്റ് ആണ് എന്നാണ്. പ്യുവർ കോമ്പൗണ്ടിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ആണെങ്കിൽ അവിടെ എക്സ്ട്രാ പീക്സ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്.
Then we can study kinetics of chemical reactions. The chemical reactionന്റെ സ്പീഡും അതുപോലെ അതിന്റെ പ്രോഗ്രസും ഒക്കെ നമുക്ക് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എടുത്ത് ഡിറ്റക്ട് ചെയ്യാം. ഓരോ സ്റ്റെപ്പിലും ഏതൊക്കെ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്തത് ഈ സ്പെക്ട്രത്തിൽ നിന്ന് മനസ്സിലാവും. So these are the applications of UV visible spectroscopy. Now we know what is UV visible spectroscopy, what is the principle behind it, and the various types of electronic transitions. Then the molecular energy level diagrams of ethene, butadiene, hexadrine, and benzene. Then finally, instrumentation and applications of UV visible spectroscopy. ഇതിലെ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം തന്നെ ഓരോ ഇയറിലെയും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആപ്ലിക്കേഷൻസ് മാത്രമാണ് ചോദിച്ചു കണ്ടിട്ടില്ല. ഇൻസ്ട്രുമെന്റേഷൻ വരെ എല്ലാം ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻസ് കുറച്ചൊക്കെ അറിയാൻ കേട്ടോ. ഓക്കെ, ഇതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഏതെങ്കിലും പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഞാൻ ആ ഫിഗർ കറക്റ്റ് ചെയ്തിട്ട് കാണിക്കാം. ആ ഫിഗർ ഞാൻ കറക്റ്റ് ചെയ്തിട്ടില്ല. അത് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ് പറയാം. ഓക്കെ, എനിക്ക് തോന്നുന്നു നോട്ടിൽ ഇല്ലാതല്ലേ. അടുത്ത ക്ലാസ് പറയാം. വേറെ ഏതെങ്കിലും ഉണ്ടോ? Okay, about others, okay, Naveen. Then next, IR spectroscopy. So ആദ്യത്തെ സ്പെക്ട്രോസ്കോപ്പി UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ആയിരുന്നു. രണ്ടാമത്തേത് IR സ്പെക്ട്രോസ്കോപ്പി യൂസിങ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ മോളിക്യൂൾ UV വിസിബിൾ ലൈറ്റുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്തത്. അവിടെ എനർജി അബ്സോർബ് ചെയ്ത് കറസ്പോണ്ടിങ് എക്സൈറ്റേഷൻ, ഇലക്ട്രോണിന്റെ എക്സൈറ്റേഷൻ നടക്കുന്നു. IR സ്പെക്ട്രോസ്കോപ്പിയിൽ എന്താണ് നടക്കുന്നത്? There will be interaction of molecules with infrared light. In IR spectroscopy, there will be interaction of molecules with IR light. IR spectroscopy ആണ്, അതുകൊണ്ട് ഇൻഫ്രാറെഡ് ലൈറ്റുമായിട്ടാണ് മോളിക്യൂൾസിന് ഇന്ററാക്ഷൻ വരുന്നത്. ഈ ഇന്ററാക്ഷൻ വരുന്ന ഇൻഫ്രാറെഡ് ലൈറ്റിന്റെ വേവ് നമ്പർ ആണ് 5000 to 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ പറഞ്ഞപ്പോൾ അവിടെ വേവ് ലെങ്ത്തിന്റെ ടേംസിലാണ് പറഞ്ഞത്. 190 to 800 നാനോമീറ്റർ എന്നാണ് പറഞ്ഞത് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത്. ഇവിടെ പറയുന്നത് വേവ് നമ്പറിന്റെ ടേംസിലാണ്. 500 to 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അത് വേവ് നമ്പറിന്റെ യൂണിറ്റ് ആണ്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആയിരുന്നെങ്കിൽ IR spectroscopy is concerned with study of
vibration motion of the molecules. Concerned with study of vibrational motion of the molecules. അന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചത് ഓർമ്മയുണ്ടോ? മാർസോക്ക് ഇതെന്താന്നൊക്കെ ചോദിച്ചത്. അതിലെ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു. There will be vibration of this bond between atoms. ഒരു മോളിക്യൂളിലെ ആറ്റംസ് തമ്മിലുള്ള ബോണ്ടില് വൈബ്രേഷൻസ് നടക്കും. ആ വൈബ്രേഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് IR സ്പെക്ട്രോസ്കോപ്പി. എങ്ങനെയാണ് മോളിക്യൂൾസിലെ ബോണ്ട്സ് അല്ലെങ്കിൽ മോളിക്യൂൾ തമ്മിലുള്ള വൈബ്രേഷൻ, ആറ്റംസ് തമ്മിലുള്ള വൈബ്രേഷൻ എങ്ങനെയാണ്. ഇനി IR സ്പെക്ട്രോസ്കോപ്പി ഒരു മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനെ IR സ്പെക്ട്രം എടുക്കണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. മോളിക്യൂൾസ് ഷുഡ് ഹാവ് പെർമനന്റ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ മൊമെന്റ്. ഒരു മോളിക്യൂൾ IR സ്പെക്ട്രോസ്കോപ്പി കാണിക്കാനുള്ള കണ്ടീഷനാണ് മോളിക്യൂൾസ് ഷുഡ് ഹാവ് പെർമനന്റ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് എന്തായിരുന്നു? Again physics. Dipole moment. There will be two charges of opposite signs and they are separated by a distance. രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് ഒരു ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തു. അവിടെ ഈ ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡും ആ ഒരു ഡിസ്റ്റൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു ഈ ഡൈപോൾ മൊമെന്റ്. അങ്ങനെയൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? Equal and opposite charges. They are separated by a distance. Dipole moment ഓർമ്മയില്ല? ഓക്കെ. മോളിക്യൂൾസിന് എങ്ങനെയാണ് ഈ ഡൈപോൾ മൊമെന്റ് വരുന്നത് നോക്കാം നമുക്ക്. And the principle of IR spectroscopy. It involves the transition between vibrational energy of a molecule having change in dipole moment with vibration of a bond. UV visible spectroscopy electronic energy levels in the transition ആയിരുന്നു. IR spectroscopy transition between vibrational energy levels of a molecule. And there is a condition for existing IR spectroscopy for a molecule, that is, that molecule should have a change in dipole moment with vibration of a bond. നമുക്കറിയാമായിരുന്നല്ലോ മോളിക്കുലർ എനർജി ലെവൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫിഗർ കാണിച്ചു തന്നിരുന്നു. അതില് ബിറ്റ്വീൻ ഇലക്ട്രോണിക് എനർജി ലെവൽസിൽ വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? മോളിക്കുലർ എനർജി ലെവൽ ഡയഗ്രം ഓർക്കുന്നുണ്ടോ? Vibrational energy levels. This figure. There will be electronic energy levels, and within these electronic energy levels, there will be vibrational energy levels. ഈ വൈബ്രേഷണൽ എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് മോളിക്യൂളിൽ നടക്കുന്നതെങ്കിൽ
അങ്ങനെയാണ് ഈ IR സ്പെക്ട്രം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വൈബ്രേഷണൽ എനർജി ലെവൽസിന്റെ ഇടയിലുള്ള ട്രാൻസിഷൻസ്. Then it is used to determine functional group of molecules, which are the functional groups present in a molecule. We can determine that using IR spectroscopy. What is IR spectroscopy? It is concerned with the study of vibrational motion of molecules. There is a condition for existing IR spectrum for a molecule. The molecule should have permanent or fluctuating dipole moment. And the principle of IR is IR spectroscopy involves the transition between vibrational energy levels of a molecule having change in dipole moment with vibration of a bond. And it is used to determine functional groups of molecules. ഈ IR സ്പെക്ട്രം കാണിക്കുന്ന മോളിക്യൂൾസ് IR ആക്റ്റീവ് ആണ് എന്നാണ് പറയാം. IR spectrum, if the molecule will show or it has a IR spectrum, that molecule is known as IR active molecules. They will be IR active. If we are considering heteronuclear diatomic molecules, heteronuclear diatomic. Hetero means there will be different atoms. Here we know HCl. It is a heteronuclear diatomic molecule. That means these nuclei or the atoms are different. Hydrogen and chlorine. They are different nucleus or they are different atoms. And they are diatomic molecules. Means there are two atoms. Hydrogen atom and chlorine atom. എന്താണ് heteronuclear diatomic molecules? Hetero എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ന്യൂക്ലിയർ ഉള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആറ്റംസ് ഉള്ള. അതിൽ എത്ര ആറ്റംസ് ആണുള്ളത്? 2 ആറ്റംസ്. അതായത് ആ മോളിക്യൂളിലെ 2 ആറ്റവും ഡിഫറെന്റ് ആണെങ്കിൽ അതിനെയാണ് heteronuclear diatomic molecules എന്ന് പറയുന്നത്. ആ മോളിക്യൂളിലെ 2 ആറ്റവും ഡിഫറെന്റ് ആണെങ്കിൽ അതിനെയാണ് heteronuclear diatomic molecules എന്ന് പറയുന്നത്. They will have non-zero value for dipole moment. They will have non-zero value for dipole moment. And we know this is the condition for existing IR spectroscopy for a molecule. Dipole moment in the value non-zero ആവുമ്പോഴാണ് അവിടെ IR spectroscopy ആ മോളിക്യൂളിന് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. Then that molecule is IR active. Then that molecule is IR active. If there is a non-zero dipole moment, then the molecule will be IR active. Then what about the case of homonuclear diatomic molecules? Homo means same. Nuclear diatomic. There will be 2 atoms. So when the 2 atoms of this molecule are same, 2 ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ എടുത്താൽ അതിലെ 2 ആറ്റവും ഒന്ന് തന്നെയാണെങ്കിൽ കൺസിഡർ H2N2O2. നമുക്കറിയാം അതെല്ലാം ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. ബിക്കോസ് അവിടെ 2 ആറ്റംസ് ആണ് ഉള്ളത്. 2 ഹൈഡ്രജൻ ആറ്റം ആണ്, ഇവിടെ 2 നൈട്രജൻ ആറ്റം ആണ്, ഇവിടെ 2 ഓക്സിജൻ ആറ്റം ആണ്. ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. അതിലുള്ള 2 ആറ്റവും ഒന്ന് തന്നെയാണ്, അല്ലേ? Then their dipole moment will be equal to 0. The dipole moment of homonuclear diatomic molecules will be equal to 0. Dipole moment 0 ആണെങ്കിൽ
ആ മോളിക്യൂളിന് IR സ്പെക്ട്രം കിട്ടില്ല. ആ മോളിക്യൂൾ IR ഇനാക്റ്റീവ് ആയിരിക്കും. So these molecules are IR inactive. എന്താണ് IR സ്പെക്ട്രം? പ്രിൻസിപ്പിൾ എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ മോളിക്യൂൾസ് ആണ് IR ആക്റ്റീവ്, ഏതൊക്കെ മോളിക്യൂൾസ് ആണ് IR ഇനാക്റ്റീവ്. IR ആക്റ്റീവ് എന്ന് വെച്ചാൽ ആ മോളിക്യൂൾ IR സ്പെക്ട്രം തരും. അങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ് ഹെറ്ററോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്. രണ്ട് ആറ്റം ചേർന്നിട്ടുള്ള മോളിക്യൂളിലെ രണ്ട് ആറ്റവും ഡിഫറെന്റ് ആണെങ്കിൽ അത് IR ആക്റ്റീവ് ആയിരിക്കും. ഇനി രണ്ട് ആറ്റവും ചേർന്നിട്ടുള്ള മോളിക്യൂളിലെ രണ്ട് ആറ്റങ്ങളും സെയിം ആണെങ്കിൽ അത് IR ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, വാട്ട് അബൌട്ട് നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ്? നിങ്ങൾ അതിന് മുമ്പ് കേട്ടിട്ടുള്ളതാണോ ഈ വൈബ്രേഷണൽ മോഡ്സ്? വൈബ്രേഷണൽ മോഡ്സ് ഓർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. വൈബ്രേഷണൽ മോഡ്സ് ഓർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കേട്ടിട്ടുള്ളതാണോ? പഠിക്കാനുണ്ടായിരുന്നോ +1 +2 വൈബ്രേഷൻ മോഡ്സ് ഓർ ഡിഗ്രീസ്? എൻട്രോപ്പി അല്ല. എൻട്രോപ്പിയിൽ ഡിസോർഡർലെസ് ആയിരുന്നില്ലേ? ഇത് വൈബ്രേഷൻ മോഡ്സ് എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ ആ മോളിക്യൂളിനെ വൈബ്രേറ്റ് ചെയ്യാം അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു മോളിക്യൂളിനെ ഒരു സ്പേസിൽ വെച്ചാൽ, ഒരു മോളിക്യൂളിനെ സ്പേസിൽ വെക്കുന്നു, 3 ഡയമെൻഷണൽ സ്പേസിൽ വെക്കുന്നു, ആ മോളിക്യൂളിന്റെ പൊസിഷൻ എങ്ങനെയാ നമ്മൾ പറയാം? നിങ്ങൾക്ക് പറയാം, ഒരു ഗ്രാഫ് പേപ്പറിലാണ് നിങ്ങളൊരു പോയിന്റ് ഇടുന്നതെങ്കിൽ, ഒരു ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾ ഒരു പോയിന്റ് ഇട്ടാൽ അത് 2 ഡയമെൻഷണൽ ആണല്ലേ, X ആക്സിസും Y ആക്സിസും എവിടെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ മോളിക്യൂളിന്റെ പൊസിഷൻ നമുക്ക് പറയാം, ശരിയല്ലേ? 2 ഡയമെൻഷണൽ കുഴപ്പമില്ല. ഈ 3 ഡയമെൻഷണൽ അതായത് സ്പേസിൽ വെക്കുന്നു. അപ്പൊ അതിലുള്ള ആറ്റംസ് ഒക്കെ എവിടെയാണെന്ന് നമ്മൾ എങ്ങനെയാ പറയാം? അതായത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു വിചാരിക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് CO2 എങ്ങനെയാ ആറ്റംസ് ഉണ്ടാവുക? സെന്ററിൽ കാർബൺ ആറ്റം ഉണ്ടാവും, രണ്ട് സൈഡിലും ഓക്സിജൻ ആറ്റം ഉണ്ടാവും അല്ലെ? CO2 സെന്ററിലെ കാർബൺ ആറ്റം, രണ്ട് സൈഡിലും ഓരോ ഓക്സിജൻ ആറ്റം. ഇനി കാർബണിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ദൂരെയാണ് ഈ ഓക്സിജൻ എന്ന് നമ്മൾ എങ്ങനെയാ പറയാം? കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിലെ ഓക്സിജൻ കാർബണിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ദൂരെയാണ് എന്ന് നമ്മൾ എങ്ങനെയാ പറയാം? അതിനു വേണ്ടിയിട്ടാണ് നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സും ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും യൂസ് ചെയ്യുന്നത്. ഈ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് തന്നെയാണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ എക്സാമിന് ഏതെങ്കിലും ഒരു ടേം ചോദിച്ചാൽ കൺഫ്യൂസ്ഡ് ആവരുത്, രണ്ട് ടേമും നമുക്ക് അറിഞ്ഞിരിക്കണം. വൈബ്രേഷണൽ മോഡ്സും അറിയണം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറിയണം. രണ്ടും ഒന്ന് തന്നെയാണ്. നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. Then it is used to describe position of an atom in a molecule in the space. സ്പേസിലുള്ള ഒരു മോളിക്യൂളിലെ ആറ്റംസ് എവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ 2 ആക്സിസേ ഉള്ളൂ, അതുകൊണ്ട് ആ 2 കോർഡിനേറ്റ്സിന്റെ പോയിന്റ്സ് നമുക്ക് പറഞ്ഞാൽ മതി. ഇവിടെ സ്പേസിൽ ഓക്കുപ്പൈ ചെയ്യുന്ന ഒരു ആറ്റത്തിന്റെ കേസിൽ we require 3 degrees of freedom corresponding to 3 Cartesian coordinates. സ്പേസിലാണ് ആറ്റം ഉള്ളത്, അതുകൊണ്ട് തന്നെ ആ 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും നമുക്ക് പറയണം.
require 3 degrees of freedom corresponding to 3 Cartesian coordinates for an atom. ഒരു ആറ്റത്തിനാണ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണ്ടത്. അങ്ങനെയാണെങ്കിൽ n ആറ്റംസ് ഉള്ള ഒരു മോളിക്യൂളിന് ഫോർ എ മോളിക്യൂൾ ഹാവിംഗ് n ആറ്റംസ് number of degrees of freedom will be equal to 3n. For a molecule having n atoms, 3 into number of atoms, that is 3n. നമുക്ക് ഈ മോളിക്യൂൾ എത്ര ടൈപ്പ് ഉണ്ട് അതിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ മോളിക്യൂൾ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ലീനിയർ ഷേപ്പുള്ള മോളിക്യൂൾ, രണ്ടാമത്തത് നോൺ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾ. HCl ഒക്കെ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾ അല്ലേ? HCl ലീനിയർ മോളിക്യൂൾ അല്ലേ? HCl. H2O വാട്ടർ മോളിക്യൂള് നോൺ ലീനിയർ ആണ്. നമുക്കറിയാലോ ഷേപ്പ് ഒക്കെ, വി ഷേപ്പ് എന്നൊക്കെ പറയുന്നത് വാട്ടർ മോളിക്യൂളിനായിരുന്നു, അത് നോൺ ലീനിയർ ആണ്. ഈ 2 ടൈപ്പ് മോളിക്യൂൾസിന്റെയും വൈബ്രേഷണൽ മോഡ്സ് കാണാൻ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലീനിയർ മോളിക്യൂൾസിന്റെയും നോൺ ലീനിയർ മോളിക്യൂൾസിന്റെയും വൈബ്രേഷണൽ മോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് 2 ഇക്വേഷൻസ്? ലീനിയർ മോളിക്യൂൾസിന്റെ ഇക്വേഷൻ ആണ് 3n - 5. 3n നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് 3n. അതിൽ നിന്ന് 5 മൈനസ് ചെയ്യുന്നു. ആ 5 എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ 5-ലെ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ആ മോളിക്യൂളിന്റെ ട്രാൻസ്ലേഷണൽ മൂവ്മെന്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തതാണ് ആദ്യത്തെ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 3 ഇനി 2 കൂടെ വേണം, ഈ 5 ആവാൻ. ആ ബാക്കിയുള്ള 2 യൂസ് ചെയ്യുന്നത് ആ മോളിക്യൂളിന്റെ റൊട്ടേഷണൽ ചേഞ്ചസ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. നമ്മൾ അത് ആലോചിക്കണ്ട, നമ്മൾ ഇതിനെ കുറിച്ച് ബോധർ ചെയ്താൽ മതി. നമ്പർ ഓഫ് പോസിബിൾ വൈബ്രേഷണൽ മോഡ്സ് ഇൻ എ ലീനിയർ മോളിക്യൂൾ ഈക്വൽ ടു 3n - 5. ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തേ. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ വൈബ്രേഷണൽ മോഡ്സ് ഇൻ എ ലീനിയർ മോളിക്യൂൾ ഈക്വൽ ടു 3n - 5. എഴുതിയോ? ഇത് മാത്രം മതി, നമുക്ക് ഇക്വേഷൻ മാത്രം മതി. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ. എന്തായിരുന്നു അതിലെ എന്ന് വെച്ചാൽ ആറ്റംസ് ആയിരുന്നു. ഈ മോളിക്യൂൾസിന്റെ ഒക്കെ പോസിബിൾ വൈബ്രേഷണൽ മോഡ്സ് കാൽക്കുലേറ്റ് ചെയ്തോളൂ. അറ്റൻഡൻസ് പറഞ്ഞേ. അഭിനന്ദ് പ്രസന്റ് ടീച്ചർ. അഭിനന്ദ് NP. Present teacher. ആദർശ് പ്രസന്റ് ടീച്ചർ. ആകാശ് പ്രസന്റ് ടീച്ചർ. അലൻ Present teacher. അമർനാഥ് Present teacher. ആനന്ദ് Present teacher. അർജുൻ Present miss. പ്രദീപ് Present teacher. കാളിദാസ് പ്രസന്റ് ടീച്ചർ. നവീദ് Present miss. മൻസൂഖ് Present miss. ഷെറിൻ Present miss. സെയിൻ നിഹാൽ Present teacher. ലാലേഷ് പ്രസന്റ് ടീച്ചർ. സാരംഗ് പ്രസന്റ് മിസ്. സായുജ് പ്രസന്റ് മിസ്.
വിഷ്ണു. Present, Miss. വിഷ്ണു സന്തോഷ്. Present, teacher. ഇത് നിങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും കാൽക്കുലേറ്റ് ചെയ്തോ കേട്ടോ. സിമ്പിൾ അല്ലേ? ഇക്വേഷൻ ഉണ്ട്, പിന്നെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഏതൊക്കെ മോളിക്യൂളിന് നോട്ട് ചെയ്തില്ലേ? HCl, HCl, CO2. ടീച്ചർ രാവിലത്തെ അസൈൻമെന്റ് ഞാൻ ഇപ്പൊ സബ്മിറ്റ് ചെയ്യാൻ നോക്കി 9 മണിക്ക് സബ്മിറ്റ് ചെയ്യാൻ നോക്കിയ ടൈം എക്സ്പയർഡ് ആയിരുന്നു. ഒരു മിനിറ്റ്.